ശ്രീകൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്ക് നമസ്കാരം. മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് രണ്ട് പക്ഷത്തിലുള്ള ആൾക്കാർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ ഭാഗത്താണെന്ന് യുദ്ധത്തിന് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ലാഭം എന്നുള്ള ഭാവത്തിൽ നിൽക്കണ ആ ഒരു സന്ദർഭം. അതിൽ അർജുനനെയും ദുര്യോധനനെയാണ് രണ്ട് പക്ഷത്തുനിന്നും അയക്കണം ഭഗവാനോട് തങ്ങളുടെ ഭാഗത്ത് നിൽക്കണേന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ദ്വാരകയിൽ ഭഗവാൻ വിശ്രമിക്കുന്ന സമയമാണ്. അർജുനനും ദുര്യോധനനും വരെയാണ്. അപ്പോൾ ദുര്യോധനനാണ് ആദ്യം എത്തിയതാണ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഭഗവാന്റെ തലയ്ക്കലാണ് ഉള്ളത്. അപ്പോൾ ഇരിപ്പിടം എവിടെയാണോ അവിടെ പോയിട്ട് ദുര്യോധനൻ കാത്തിരുന്നു. വിളിക്കുന്നത് ശരിയല്ലല്ലോ, തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉറക്കം ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ ഉറങ്ങിക്കോട്ടെ, എണീറ്റിട്ട് കാര്യം പറയാം എന്നുള്ള രീതിയിൽ ദുര്യോധനൻ അവിടെ പോയി ഇരുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ വരുന്നത്. അർജുനൻ വന്നപ്പോൾ ഇരിക്കാൻ ഇരിപ്പിടം അപ്പോഴും ഉണ്ട്, ദുര്യോധനന്റെ അടുത്തായിട്ട് സ്ഥലമുണ്ട്. പക്ഷെ അർജുനൻ അവിടെ പോയിട്ട് ഇരുന്നില്ല എന്നാണ്. അർജുനൻ എന്ത് ചെയ്തു? ഭഗവാന്റെ കാൽക്കൽ ഇരുന്നിട്ട് ഭഗവാന്റെ കാല് മെല്ലെ തടവി കൊടുത്തു എന്നാണ്. സഖാവാണല്ലോ ഭഗവാന്റെ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഭഗവാൻ വിശ്രമം സുഖമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാല് തടവി കൊടുത്തു എന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ വിശ്രമത്തിൽ നിന്ന് ഉണർന്ന് നോക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും തലയ്ക്കലിരിക്കുന്ന ആളെയല്ല ആദ്യം കാണുക, കാൽക്കലിരിക്കുന്ന ആളെയാണ് ആദ്യം കാണുക. അർജുനനോടാണ് ചോദിച്ചത്, എന്തിനാ വന്നത്, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു എന്നാണ്. ദുര്യോധനത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ആദ്യം വന്നത് ഞാനാണല്ലോ, അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്കാണല്ലോ ശരിക്കും ആദ്യം, എന്നോടാണല്ലോ ആദ്യം ചോദിക്കേണ്ടത്. കാരണം രണ്ടുപേർക്കും വേണ്ട സാധനം ഒന്നുതന്നെയാണ്, ഭഗവാന്റെ സാന്നിധ്യമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് എന്നോടല്ലേ എന്നുള്ള ഭാവത്തിൽ ദുര്യോധനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ മന്ദഹസിച്ചും കൊണ്ട് പറഞ്ഞു എന്നാണ്, അങ്ങാവും ആദ്യം വന്നിട്ടുണ്ടാവുക, പക്ഷെ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അപ്പോൾ അതാണ്, ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിനയം എന്നുള്ള ഭാവം ഉണ്ടാവണം. ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനും അതേ വളരെ രസകരമായിട്ട് നമ്മളെ ഡൈവേർട്ട് ചെയ്യും. കാരണം നമ്മളുടെ ആ മനസ്സാദ്യം പാകമാവണം, എന്നാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. ഇവിടെ രണ്ടുപേരും ആഗ്രഹിച്ചത് ഭഗവാനെ തന്നെയാണെന്നുണ്ടെങ്കിലും അർജുനനാണ് ആദ്യം ചോദിക്കാനും പിന്നെ നമുക്കറിയാം കഥയിൽ എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പൊ അതിന് സാധിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭഗവാനോട് ആ അഹന്ത ഇല്ലാതെ പൂർണ്ണ സമർപ്പണമായിട്ട് തന്നെയാണ് അർജുനൻ ഭഗവാനെ സേവിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ സമീപിക്കുന്നത്. അത് കാരണം തന്നെ അർജുനന്റെ ആഗ്രഹമാണ് അവിടെ ആദ്യം സഫലാവണത് എന്ന് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ സമീപിക്കുന്ന സമയത്ത് അഹം അവിടെ പുറത്ത് അഴിച്ചു വെച്ചിട്ടല്ലേ, ചെരുപ്പൊക്കെ ഊരി വെക്കില്ലേ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ്, അതേപോലെ വേണം ഭഗവാനെ സമീപിക്കാൻ എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്.